ദൈവനാമത്തിലെ മഹത്വപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധമായ കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. സമാധാന പ്രഭുവാകുന്ന കർത്താവിന്റെ പാദാന്തികയുടെ നീതലകളെ അവിടെ നിന്ന് ആശീർവദിക്കുകയും ദൈവികമായ സമാധാനത്തിലും ജീവനുള്ള പ്രത്യാശ നിറച്ചിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവവേദനയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച മാർഗപരമായിരിക്കുന്ന ഒരു അനുഭവം കർത്താവെ ദേശത്തിലും ദൈവസഭയ്ക്കും കുടുംബത്തിൽ നൽകിക്കൊണ്ട് നിത്യവിശ്വാസത്തിൽ ചേർക്കപ്പെട്ട പ്രിയ മാതാവിന്റെ അന്ത്യശുശ്രൂഷയിൽ കർത്താവ് ഞങ്ങൾക്ക് സംബന്ധിക്കുവാൻ സ്വർഗം നൽകിയതായ ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ, ധീരവരതിയായി തന്റെ ജീവിതയാത്ര തുടരുവാൻ കർത്താവെ, അന്ത്യവരെയും വിശ്വസ്തയായി കർത്താവെ നിനക്ക് സേവ ചെയ്യുവാൻ, കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കുവാൻ, കിരീടം പൂർണ്ണമായി ചെയ്യുവാൻ കർത്താവെ നിന്റെ മകൾക്ക് കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്ന സ്തോത്രം. വേർപാടിൽ പ്രത്യാശ നിറച്ചാണ് കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്ത അവിടുത്തെ ദയക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവെ, സ്തോത്രം. ഇവിടുത്തെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കുവാൻ അനേകരെ കർത്താവ് ദിവസങ്ങളായി ഒരുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, സ്തോത്രം. ഈ ശുശ്രൂഷ മുഖാന്തരം അനേകരെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ദൈവമണിയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. ശുശ്രൂഷയെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കും, ഞങ്ങളെ പ്രത്യാശ വർദ്ധിക്കുവാൻ കാരണമാക്കും. ക്രമീകരിലേക്ക് മറിച്ചുകൊണ്ടും വലിയ നാമത്തെ മഹത്വപ്പെടുത്തും. ശുശ്രൂഷയ്ക്കായി ഭക്തന്മാരെ ശുശ്രൂഷ ശക്തീകരിക്കുവാനായി പ്രാർത്ഥിച്ച് കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം അന്ന് അവരെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏത് വിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റോ വല്ലതിന്റെയോ വെറും മണിയത്തെ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല.
മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയ പ്രതിമയും ധരിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർജ്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർജ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ മാതാവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഈ സെമിത്തേരിയിൽ കിടന്നു വരുവാന്റെ കൊണം കർത്താവ് അവസരമൊരുക്കാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഭവനത്തിൽ നടന്ന ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായി നടക്കുവാൻ ദൈവടയാക്കി തരുന്നതിനായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് സത്യത്തിന് സാക്ഷിയായി ജീവിച്ച് പ്രത്യാശയോടെ തനിക്ക് തന്റെ അവകാശത്തിൽ ചേർത്തുകൊള്ളപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ മഹത്വം. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ജീവനുള്ള രൂപാന്തരത്തെ കുറിച്ചുമൊക്കെ തിരുവെഴുത്ത് ഒരു രഹസ്യമായിട്ടാണ് ഓർപ്പിക്കുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ടുവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷരായി ഒരുക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായ പ്രത്യാശ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ ഒരു കൂട്ടം മരിച്ച മൺമറഞ്ഞ വിശുദ്ധന്മാർ അത് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ചേരും. ഈ ശരീരത്തിൽ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേരുവാനിടയായി തീരും. ഇങ്ങനെ കർത്താവിനോട് നിത്യമായി യുഗായുഗങ്ങളായി വാഴും എന്നുള്ള വലിയ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന അനുഭവം. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. മരിച്ചവരുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പല നിലയിൽ വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. മനുഷ്യൻ മരിക്കുന്നു, അവന്റെ മൃതശരീരം മണ്ണിൽ മറവ് ചെയ്യുന്നു, അവന്റെ ആത്മാവ് അന്തരീക്ഷത്തിൽ വായുവിൽ ലയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, സാത്താനുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവരാജ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, ദൂതന്മാരുണ്ടെന്ന് അവർക്ക് വിശ്വാസമില്ല. അങ്ങനെയുള്ള നാസ്തികർ, യുക്തിവാദികളെ ഇന്ന് നമുക്ക് ലോകത്തിൽ ധാരാളമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അശ്വരന്മാരായി അവർ മ്ലേച്ഛമായ രീതികളെ പ്രവർത്തിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, സത്യമായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അത്ഭുത സാക്ഷ്യമാണ്
വാസ്തവത്തിൽ ഈ പ്രിയ മാതാവ് വഹിച്ചുകൊണ്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ദൈവനാമത്തിന് അതിനോട് സ്തോത്രം. മറ്റവരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, കാണുവാൻ കഴിയുന്നത്, അവർ പല ജന്മനിരകളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ മരിക്കുന്നു, പിന്നെ മറ്റൊന്നായിട്ട് ജനിക്കുന്നു, അങ്ങനെ പുനർജന്മ നിരകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ക്രൈസ്തവരുടെ വിശ്വാസം എന്നുള്ളത് മരിച്ചതിന് ശേഷം ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ എന്നുള്ള വിശ്വാസം വെച്ച് പുലർത്തുകയാണ്. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. മരണത്തിന് ശേഷം മനുഷ്യന് ഒരു ന്യായവിധിയുണ്ട്, ഒരു നിത്യജീവിതമുണ്ട്. മരണം അല്ലെങ്കിൽ മനുഷ്യന്റെ നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവനാമത്തിന് അതിനോട് സ്തോത്രം. ആയതുകൊണ്ട് മരിച്ചു പോകുന്ന മനുഷ്യർക്കെല്ലാം തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവർ ഉയർത്തെഴുന്നേറ്റ് വരണം എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നിരകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് 7 നിരകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ പറയുവാൻ സമയമില്ല. എങ്കിലും ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ഓർമ്മിപ്പാൻ താല്പര്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവനാമത്തിന് അതിനോട് സ്തോത്രം. ഒന്നാമതായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നമുക്ക് ആ നിരയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നാം വായിച്ചേണ്ട വേദഭാഗത്തിൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ ക്രിസ്തു ആദ്യ ഫലമായിട്ട് മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേറ്റു. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. മാനവരാശിയുടെ പാപത്തെ, ശാപത്തെ, രോഗത്തെ എല്ലാം വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി ദൈവത്തിന് സ്തോത്രം മരിച്ചു, അടക്കപ്പെട്ടു. അതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് അന്നുണ്ടായിരുന്നായ മതപുരോഹിതന്മാരും അന്നുണ്ടായിരുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും എല്ലാം ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ മാർഗം അവസാനിച്ചു എന്നാണ് ചിന്തിച്ചത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? 3-ാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്നും നാം മനുഷ്യനെ വിളിച്ചെന്നാൽ അവന്റെ കല്ലറ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇന്ന് അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നാം ചെന്നാൽ അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ തുറക്കപ്പെട്ട ഒരു കല്ലറ ഒന്ന് മാത്രമേ ഉള്ളൂ. അവർ യേശുവിന്റെ കല്ലറയാണ്. യേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ആ ഉയർപ്പിന്റെ നിലയിൽ 1-ാമത്തെ നിലയിൽ നമുക്ക് യേശുവിനെ കാണുവാനായിട്ട് സാധിക്കും. ഇത് വളരെ വിവരിക്കേണ്ട വിഷയമാണെങ്കിൽ തന്നെയും ചുരുക്കമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. 2-ാം നില കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന വിഷയമാണ്. അവന്റെ വരവെങ്കിൽ അവനുള്ളവർ എന്ന് ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അത് തിരുസഭയാണ്. തിരുസഭയാണ് 2-ാം നിലയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് എത്രയും വേഗം സംഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ 2-ാം വരവ് ഏറ്റവും സമയമായിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ സംഭവവികാസങ്ങൾ കാലഘട്ടങ്ങളെല്ലാം പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ മാന്യമക്കളെ, അത് വിളിച്ചറിയിച്ചുകൊണ്ടേയിരിക്കുകയാകുന്നു. യേശു എത്രയും വേഗം വരും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആരാണ് അവന്റെ 2-ാം വരവിൽ ചേർത്ത് കൊള്ളപ്പെടുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. അതിനായിട്ട് ഒന്നാമതായിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അതിനെക്കുറിച്ചൊക്കെ നാം ഭവനത്തിൽ കേട്ടതാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേട്ട് അതിനെക്കുറിച്ച് അധികം ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷിതാവായി യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ പല വഴികളില്ല, ഒരു വഴി മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുത്തെത്തുകയില്ല. യേശു മുഖാന്തരമല്ലാതെ മാനവരാശിക്ക് രക്ഷയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അത് ആകാശവും ഭൂമിയും മാറ്റപ്പെടും. മാറ്റപ്പെടാത്ത 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ സത്യവേദ പുസ്തകം പറയുന്നു, പ്രിയപ്പെട്ടവരെ, യേശു മുഖാന്തരമല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നാമത്തിനോട് സ്തോത്രം. 2-ാമതായിട്ട് പ്രിയപ്പെട്ടവർ ഈ കാൽവരിയെ കണ്ട് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ആത്മവേദന ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, രക്ഷിക്കപ്പെട്ട, രക്ഷണ സന്തോഷം അനുഭവിച്ച, ജീവിതത്തിൽ പ്രേരിതപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് അവന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഇത് പെന്തക്കോസ്തുകാരുടെ ഉദ്ദേശമല്ല, പെന്തക്കോസ്തിൽ ചേരാൻ വേണ്ടിയല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽപ്പിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ ശ്രമിക്കുന്ന ആരെങ്കിലും ജലസ്നാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. യേശു
യേശുവിനെ എതിർക്കാൻ കഴിയത്തില്ല. രണ്ടാമത്തെ നിലയിൽ നിങ്ങൾക്ക് ഉയർത്തെടുക്കാൻ കഴിയത്തില്ല. യേശു ഇങ്ങനെ പറയുകയുണ്ടായി, വെള്ളത്താലും ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ പറഞ്ഞു. അതെ, വെള്ളത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. വെള്ളത്താൽ ജനനമാണ് അതെ ജലസ്നാനം എന്നുള്ളത്. ദൈവത്തിന്റെ സ്വതന്ത്രം മാനസാന്തരപ്പെട്ടവർക്ക് അത് എടുക്കാവുന്ന ഒരു ശുശ്രൂഷയാണ് ജലസ്നാനം. ഇപ്പോൾ ബന്ധത്തിന്റെ കൺവെൻഷൻ കഴിഞ്ഞതുകൊണ്ട് 25 പേർ ജലസ്നാനം സ്വീകരിക്കുകയുണ്ടായി. ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് 25 പേർ യഥാർത്ഥ സ്നാനം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, സ്നാനം പലതില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ സ്നാനം അത് മാനസാന്തരപ്പെട്ടിട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു അഭിഷിക്ത ശുശ്രൂഷയുടെ കൈക്കീഴിൽ സ്നാനമെടുക്കണം. ആ സ്നാനമാണ് സ്വർഗം അംഗീകരിക്കുന്നത്. അല്ലാത്ത ഓരോ സ്നാനവും സ്വർഗം അംഗീകരിക്കത്തില്ല. അവർക്ക് ദൈവരാജ്യം വരച്ചു പോലും നടക്കത്തില്ല എന്ന് പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ദൈവത്തിന് സ്വന്തം ജലസ്നാനം സ്വീകരിക്കണം. ദൈവത്തിന് സ്വന്തം മൂന്നാമതായിട്ട് അതിനോട് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവം മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതേ മാനസാന്തരപ്പെട്ട് സ്നാനമെടുക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ഏറ്റവും ഉന്നതമായ അനുഗ്രഹമാണ് പരിശുദ്ധാത്മദാനം. ഇന്ന് ലോകത്തിന്റെ 5 അനുഗ്രഹങ്ങളും ഇപ്പോൾ ഈ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകം ലോകത്തിലെ 5 അനുഗ്രഹങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് സ്വന്തം അന്യകാലത്തോ ലോകത്തിനെമ്പാട് നിറവേറി ഈ പ്രിയമാതാവിന് നിറവേറിയുണ്ടായി. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് ഒരു കൂട്ടായ്മയുടെ ബന്ധം ഉണ്ടായിരിക്കും. ആത്മാവിനെ പ്രാപിച്ചിട്ട് സ്വതന്ത്രമായി നടക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അതൊന്നും വ്യവസ്ഥയല്ല. അത് രക്ഷിക്കപ്പെട്ട് വഴിയെടുത്തോണ്ട് അതുകൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെ കർത്താവിൽ പോകണമെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ, രക്ഷിക്കപ്പെട്ട സാധനമെടുത്ത വിഷയം പ്രാപിച്ച പ്രിയപ്പെട്ടവരെ കുറിച്ച് സഭാചരിത്രം അപ്പോസ്തലന്മാരുടെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നോക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നതെന്ന് ദൈവത്തിന്റെ സ്വന്തം കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് വരണം. അത് അങ്ങനെ കൂട്ടായ്മയുടെ ബന്ധത്തിലെ ഉപദേശം കേട്ട് വളർച്ച പ്രാപിക്കുന്നവരാണ് കർത്താവിന്റെ രഹസ്യങ്ങളിൽ ചേർത്തോളപ്പെടുന്നത്. അത് 2-ാം ദിനയാണ്. ഇതിനെ കുറിച്ചൊക്കെ ധാരാളം പറയാനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രകൃതി അതേ കാലാവസ്ഥ ചൂടധികമായുണ്ട്. ഞാൻ എന്റെ വാക്കിനെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. യേശു എത്രയും വേഗം വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇത് യേശു വന്നാൽ അത് നാം ചേർത്തോളപ്പെടുമോ? ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ അവസ്ഥ അത് ആ കർത്താവിനോട് നാം കാണപ്പെടുമോ എന്നൊരു നിമിഷം നാം ചിന്തിക്കേണ്ടതുണ്ട്. സംശയം കേട്ട ഒരു വ്യക്തിയോട് നഷ്ടപ്പെട്ടു പോകരുത്. അത് എല്ലാവരും കർത്താവിന്റെ രഹസ്യങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുവാനായിട്ട് ദൈവവചന സത്യങ്ങൾ അനുസരിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കുമോ? ഞങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് എവിടെയായിക്കൊള്ളേ, ഭവനത്തിലായിക്കൊള്ളേ, ഏത് സ്ഥാനത്തായിക്കൊള്ളട്ടെ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നിങ്ങളുടെ തലവ് പരിശോധിക്കുക. ഇന്ന് മരിച്ചാൽ ശ്രീമതാ സഹോദരി സഹോദര, ഇന്ന് നീക്കുന്നത് എവിടെയായിരിക്കും? നരകത്തിലോ സ്വർഗ്ഗത്തിലോ? യേശുവേഗം വരുന്നു, യേശുവേഗം വരുന്നു. സുവിശേഷം കേട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സഹോദരൻ ലോകത്തിനെമ്പാടും ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം വെച്ച് ന്യായമിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരിക്കൽ മരണത്തിന്റെ ന്യായവിധി. ദൈവത്തിന്റെ സ്തോത്രം. അതിനാൽ ഈ ശുശ്രൂഷകളൊന്നും ഈ മാതാവിന്റെ ആത്മാവിന് വേണ്ടിയുള്ളതല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഈ മാതാവിന്റെ ആത്മാവ് ദൈവത്തിന്റെ സ്ഥാനത്തെത്തി. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഇവിടെ കൂടപ്പെട്ടവർക്ക് വേണ്ടിയാണ്, ആശ്വാസത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിനാൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈശ്വരനായിട്ട് നമുക്ക് തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതരാകും നിദ്രയിലായ മർത്യശരീരം വിട്ടവരായി എന്തു സന്തോഷം സമ്മേളനം മധ്യാകാശത്തിൽ ആദിനത്തിൽ
മുഖം മൂടിയിട്ട് കെട്ടതാണ്. ഇനി വെട്ടതാണ്. ഇത് തലയ്ക്ക് എല്ലാവരും സന്തോഷിക്കുകയും മാതാവിനെ ആഗ്രഹിക്കാനുണ്ട്. ഹല്ലേലൂയ. ശബ്ദത്തോടും ദൈവത്തിന്റെ ആഗ്രഹത്തോടുകൂടെ സ്വർഗ്ഗത്തിലിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുതൽ ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ മുതൽ ഈ പ്രിയ മാതാവ് ഒരാഴ്ച